അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി എമ്മി ചിക്കൻ ബിരിയാണി, ചിക്കൻ ലഗോം ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വിനീഗർ, ജീരകം പൊടിച്ചത് ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായി സോട്ട് ചെയ്തെടുക്കണം. പിന്നെ കറിവേപ്പില നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. ഇത് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് പുതിന ചപ്പും കൂടി കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് തന്നെ ഇവിടെ ഗീയും ഓയിലും കൂടി ഒഴിച്ചിട്ട് ഓൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം ഏകദേശം ഒന്ന് സെറ്റായി വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം.
അരി വറുത്തിട്ടാട്ടോ ഞാനിവിടെ റൈസ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് മുങ്ങേണ്ട രീതിയിലുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ദം ചെയ്യാം. ആദ്യം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഉള്ളിയും കാഷ്യൂം ഫ്രൈ ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കി റൈസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ലാസ്റ്റിൽ കുറച്ച് മല്ലിച്ചപ്പ്, റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂം ഉള്ളിയും ഒക്കെ മേഖലയിൽ ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്യാൻ വെക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലഗോൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.